കറി റെഡിയായി. അടിപൊളി കറിയാണിതാ, നാടൻ സ്റ്റൈൽ കറി. അയ്യോ, നല്ല ഗട്ടി, നല്ല നാടൻ സ്റ്റൈൽ, നല്ല എരിവ്. പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, നെയ്പ്പത്തിരി, നെയ്ച്ചോറ് എല്ലാത്തിനും പറ്റിയ അടിപൊളി കറിയാണ്. ചെയ്ത് നോക്ക്. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒട്ടകം, കാമിലിൻ്റെ ഇറച്ചി ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല എല്ലോട് കൂടിയിട്ട്, എല്ല് വേണം, ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ 7 കിലോ ഉണ്ട്. അതിന് നാടൻ സ്റ്റൈലിൽ, നമ്മളെ കേരള സ്റ്റൈലിൽ കറി ഉണ്ടാക്കാം. മുളണ്ട പൊടി ആദ്യം ഇടാം, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. ഇത് 4 നല്ല വറുത്തിട്ട് പൊടിയാക്കിയത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, കർപ്പത്ത, പിന്നെ ഉപ്പ്, പാകത്തിന് ഉപ്പ്. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. നന്നായിട്ട് മിക്സാക്കി ഇതൊന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് ഒന്ന് കുക്കറിലിട്ടിട്ട് ഒരു 12 വിസിൽ. ഇതിന് വേവ് കൂടുതലാണ്, നല്ല വേവ് വേണം. അതിന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്, നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 12 വിസിലിട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. ചട്ടി ചൂടായി. ഒരു 350 മില്ലി വെളിച്ചെണ്ണ, കോക്കനട്ട് ആയിട്ട്. എണ്ണ ചൂടായിക്കൊണ്ടുവന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം കുറച്ച് ആദ്യം ബോയിലാക്കുമ്പോൾ തന്നെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഇപ്പോൾ ഫ്രൈ ആക്കും. ആദ്യം എല്ലാം ബോയിലാക്കുമ്പോൾ പച്ചമുളക്, ഇഞ്ചി എല്ലാം കുറച്ചാണ് എല്ലാം. ചെറിയുള്ളി നമ്മൾ പിന്നെ ക്ലീനാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്, മിക്സിയിലിട്ടിട്ട്. നമ്മൾ കട്ടാക്കാൻ കുറച്ച് പണിയില്ല. അത് ചെറുള്ളി ഒന്ന് ഒരു 1 കിലോ ചെറുള്ളി ഉണ്ട്. തക്കാളി, വലിയ ഉള്ളി, ഇതെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഉപ്പ് ആദ്യം ഇട്ടതാണ്, പാകം നോക്കിയിട്ട് കുറച്ച് ഉപ്പിടുക. ഇത് ഒന്ന് വേകാൻ വേണ്ടി, ഉപ്പ് കൂടുതലാവാൻ പാടില്ല. ഉള്ളി, തക്കാളി, നല്ല മസാല നല്ല വെന്ത് ലെവലായി. അതിന് ഇതിടാം, ഇറച്ചിടാം. ഇറച്ചിയുടെ വെന്ത് നല്ല കുട്ടപ്പനായിട്ടുണ്ട്, നല്ല ലെവലായി. ഇറച്ചിയെല്ലാം വെന്തിട്ട് നല്ല വെന്തിട്ട് ഒന്ന് മിക്സാണ്. ഉള്ളിയും നല്ല ഏകദേശം വെന്ത് നല്ല വറുത്തിട്ടെടുത്ത വറുത്ത മുളക്, മല്ലി, മഞ്ഞ, ഗരം മസാല വറുത്തെടുക്കണം, നല്ല പൊടിച്ചെടുക്കാം. രണ്ടാമത് ഇടണം. അത് ആദ്യം മുളക് ഇടുന്നുണ്ട്, ആവശ്യത്തിന് കുറച്ചായിട്ടുണ്ട്. ഇത് ഇപ്പോൾ രണ്ടാമത് വറുത്തിട്ടെല്ലാം പൊടിച്ചിട്ടാം. നമ്മൾ നാടൻ സ്റ്റൈലായിരുന്നു. നന്നായിട്ടൊന്ന് വേവിക്കാം, നല്ല വെള്ളം പറ്റോളം വേവിക്കാം. പിന്നെ വെള്ളക്കാരെന്ന് മല്ലിച്ചപ്പ്, കറുപ്പത്ത ഇടാം. ഇത് സ്മെല്ല് വേറെ സ്മെല്ലാണ്. നമ്മൾ ബീഫിൻ്റെ അങ്ങനത്തെ ഒന്നുമല്ല, ഒരു മണം വേറെ ഒട്ടകത്തിൻ്റെ.